കാണൂല. എന്തേ? എന്താ ഭൂമിന്റെയൊക്കെ എഞ്ചിനീയറിംഗ്! എത്ര ആയിരക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഈ ഉരുണ്ട സാധനത്തുമ്പോൾ അള്ള ഒഴിച്ചു വെച്ചത്. ആലോചിച്ച് നോക്കി, ഒരു പന്തുമ വെള്ളം വെച്ചാൽ ആ വെള്ളം അവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ ഭൂമി ഈ വെള്ളവും കൊണ്ട് കറങ്ങല്ലേ. നമ്മളിപ്പോ 1 മണിക്കൂറിലേറെ വേദം പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് എത്ര കിലോമീറ്ററാണെന്നറിയോ? സൂര്യന് ചുറ്റും 1,08,000 കിലോമീറ്റർ ഞാനും നിങ്ങളും യാത്ര ചെയ്തപ്പോ 1 മണിക്കൂറിലെ. ഇതിന് മുമ്പ് നിങ്ങൾ എപ്പോഴോ വന്നിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞ് 1,08,000 കിലോമീറ്റർ ഒരു ബുള്ളറ്റ് ട്രെയിന് പോയാൽ, ഒരു ഫ്ലൈറ്റ് അടുത്തുകൂടെ പോയാൽ മനുഷ്യൻ പാറിപ്പോവില്ലേ? പൊടിപൊടിയാവൂലേ? നമ്മളല്ല കൊടുങ്കാറ്റ് അനുഭവിച്ചോ? ഇവിടെ ഭൂമി പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡ് 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി ഒരു കറക്കം പൂർത്തിയാകുമ്പോ അന്ന് 12 മണിക്ക് നമ്മൾ കുപ്പി പൊട്ടിക്കും അല്ലേ? ആലോചിച്ച് നോക്കി, നന്ദികേടിന്റെ പരമമായൊരു മൂർത്തി രൂപം നോക്കൂ. അന്ന് നമ്മൾ കള്ളുകുപ്പി, അന്ന് പെൺകുട്ടികൾക്ക് കന്യകാർത്ഥം അവർ നശിപ്പിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എന്ന് ഡിസംബർ 31 എന്താ? ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്ന വലിയൊരു പ്രതിഭാസം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന ദിവസം പടച്ചതമ്പുരാന്റെ ആ മഹാസൃഷ്ടിക്കുമേൽ തലകുനിഞ്ഞു നിന്ന് ഇബാദത്തിലോ ആരാധനയിലോ നിൽക്കേണ്ടതിന്റെ പകരം നമ്മുടെ ബീച്ചുകളും കുറ്റിക്കാടുകളും കള്ളുകുപ്പി കൊണ്ട് നിറയറ പിറ്റേന്ന് രാവിലെ അല്ലേ? പോലീസുകാർക്ക് പ്രശ്നമാണ്. പോലീസുകാർക്ക് 1 മാസം മുമ്പ് ട്രെയിനിങ് തുടങ്ങും. എങ്ങനെയാ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട? നമ്മുടെ കുട്ടികളെ റോഡിലൂടെ വെള്ളടിച്ച് വണ്ടി ഓടിക്കും, അപകടം വരുത്തും, അസമയത്ത് വരെ പലയിടത്തും കാണേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിന്? ഭൂമിയുടെ ഈ കറക്കം പൂർത്തിയായ ആഘോഷം. അതാ ന്യൂ ഇയർ എന്ന് പറയണത്. ആലോചിക്കുന്നുണ്ട്, എന്താ നമ്മൾ ഈ കളിച്ചു കൂട്ടുന്നത്? ഇവിടുന്ന് പോണ്ടേ? മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി കിടക്കാനുള്ളവരാ. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണം. അതിനെ കുരുത്തക്കേട് നിർത്തിയാലേ നടക്കുള്ളൂ. നമ്മുടെ ന്യൂ ഇയറുകളും നമ്മുടെ കല്യാണവും തക്കാരൊക്കെ ഈ തരത്തിൽ അള്ളാഹു നിഅമത്ത് തന്നതിന്റെ പേരിൽ ആഭാസമാക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ദയവ് ചെയ്തിട്ട് ഒരപേക്ഷയാണ് എൻ്റെ മുസ്ലിം കുടുംബത്തോട്. ദയവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളിയും പുതന്നെയും ഫോട്ടോ എടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജുമേ കയറ്റി ചെയ്യല്ലേ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ. നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ. നിങ്ങൾ കുടുംബക്കാര്, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം, പുതിയാപ്പിളയും ചാടണം. പിന്നെ ക്യാമറാമാൻമാർ പറയാം അങ്ങോട്ട് തിരി, കിസ് ചെയ്യ്, ഹഗ് ചെയ്യ്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടെടുക്ക്, ഇതൊക്കെ ഇവർ ചെയ്യും വേണം. നാട്ടുകാരെ മുഴുവനും കണ്ടിങ്ങനെ ഇരിക്കുക. എന്ത് പച്ച ഹറാം? അള്ളാഹുവിന്റെ നാമത്തിൽ കൈപിടിച്ച് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പറഞ്ഞ് ബിതസ്രീഹിൻ ബിഇഹ്സാൻ ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഇതിനൊക്കെ ആമീൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക്. പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും. ഇങ്ങനെ ഒരു ടീം. അവർക്കത് ബിസിനസ്സാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അവര് പല നൃത്തങ്ങളും ചെയ്യും, നൃത്തം ചെയ്യിപ്പിക്കും. പുതിയാപ്പിളിയും പുതിയണ്ണും ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ പേയ്മെന്റും കൊടുക്കുക. ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയണ്ണിന് നിസ്കാരമുണ്ടോ? പുതിയണ്ണിന്റെ കൂടെയുള്ളവർക്ക് ഒന്ന് മേക്കപ്പ് പോവും. പിന്നെ എങ്ങനെ നിസ്കരിക്കുക? മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട്? വല്ലതും ചെയ്യാറുണ്ടോ? കൂടുള്ളവർ നിസ്കരിക്കോ? വീട്ടിലെ ഉമ്മ വാപ്പാക്ക് നിസ്കാരമുണ്ടോ? കുട്ടികൾക്ക് നിസ്കാരമുണ്ടോ? എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിന്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ. അനാചാരങ്ങൾ ഒരു മഖാമിലും വന്ന് ഒരു കുട്ടിയും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവരല്ലാഹുവല്ല. അള്ളാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. ഹബീബിന്റെ ഒരു മുഅ്ജിസത്ത് നോക്കണം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, റബ്ബേ എന്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു ആരാധന മൂർത്തിയാക്കി എന്റെ ഖബറിനെ മാറ്റരുത് റബ്ബേ. ആരുടെ ദുആയാണ്? ഹബീബിന്റെ ദുആയാണ്. കാരണം മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധ്യ വസ്തുക്കളായി ഇബാദത്ത് ചെയ്തിരുന്ന കാലഘട്ടം ജാഹിലിയ്യ കാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി ദുആ ചെയ്തു. ആ ദുആഇന്റെ മുഅ്ജിസത്ത് ഇന്നും റൗദയിൽ കാണാം.
ആരെങ്കിലും അവിടെ ഹബീബിന് സുജൂദ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞോ എന്റെ ആരാധ്യനാണ് മുഹമ്മദ് നബി തങ്ങളെന്ന്? പറയാൻ പാടില്ല. നമ്മുടെ മഅബൂദ് അല്ലാഹുവാൻ. മനുഷ്യൻ ആരാധിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? മനുഷ്യന് സുജൂദ് ചെയ്യുന്നവർ എത്രയെല്ലാം ആളുകൾ, ഏതിനെയൊക്കെല്ലാം ആരാധ്യരായി കടന്നുകൊണ്ട്, ഏതൊക്കെ ഫിലിം സ്റ്റാറുകൾ, മ്യൂസിക് സ്റ്റാറുകൾ, സ്പോർട്സ് സ്റ്റാറുകൾ, ആരെയൊക്കെ എന്റെ ആരാധ്യനാണെന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ ഒരു മുസ്ലിമും പുണ്യ മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ ആരാധ്യനാണെന്ന് പറയൂല. എന്തുകൊണ്ട് പറയൂല? അങ്ങനെ എന്നെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കി മാറ്റരുത് റബ്ബേ എന്ന് ഹബീബ് ദുആ ചെയ്ത ദുആ ഈ ഉമ്മത്തിൽ അല്ലാഹു പുലർത്തി തന്നത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുസ്ലിമീങ്ങൾ ചെയ്യൂല. മുസ്ലിമീങ്ങൾ ഒരു മഹാനെയും അല്ലാഹുവാണ് പടച്ചവനാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, വിവരദോഷികൾ, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെയ്യാൻ പാടില്ല. എന്നാലും അജ്മീറിൽ ചെന്ന് നോക്കൂ, അവിടെ ഏതെല്ലാം മതവിശ്വാസികൾ വന്ന് വരുത്തുന്ന സ്ഥലം, അവിടെ സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സായിരീങ്ങൾ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ അഖീദയിലാണ് പോകുന്നത്, അല്ലേ? നമ്മൾ അവിടെ ഉറച്ചൊക്കെ നാട്ടിൽ എന്ത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ലാ യദുറുക്കും മൻ വല്ല ഇദാ ഇഹ്തദൈതും. അവര് ചെയ്യുന്നത് നിങ്ങളോട് നാളെ ചോദ്യമില്ല. ആ ചെയ്യുന്നത് ദീനാണോ? അല്ല. സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ഹറാമാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ പോലും പ്രത്യക്ഷമായി ശരീഅത്ത് അതിനെ വിധി പറയും. ചെയ്യാൻ പറ്റാത്തത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും വിവരമില്ലാത്തത് ചെയ്യുന്നത് സുന്നികളുടെ പേരിലോ അഖില സുന്നിയുടെ പേരിലോ വെച്ച് കെട്ടാൻ പാടുണ്ടോ? അതും ശരിയല്ല. ഇനി പോകട്ടെ, കഅബന്റെ മുമ്പിലേക്ക് നമ്മൾ പോകുന്നില്ല ഉംറ ചെയ്യാൻ. തവാഫിനിടയ്ക്ക് എത്ര ആൾക്കാർ സ്കൈപ്പ് പിടിച്ചു പോകുന്നുണ്ട്, എത്ര പെണ്ണുങ്ങൾ തലമരയ്ക്ക് മറക്കാതെ പോകുന്നുണ്ട്, എത്ര ആണുങ്ങൾ പൊക്കളും കാണിച്ച് നടക്കുന്നുണ്ട്. അവരത്ത് മറക്കണ്ടേ? തവാഫ് ശരിയാവണമെങ്കിൽ ഇതൊക്കെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉംറ കിട്ടൂലേ? നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉംറ കിട്ടും. നിങ്ങളുടെ സഅയ് കറക്റ്റാണോ, നിങ്ങൾക്കിത് കിട്ടും. അവിടെ വിവരമില്ലാത്ത വന്ന് വല്ലതും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനു വേദ എന്നതുപോലെ വിവരമില്ലാത്തവർ പല മഖാമിലും പലതും ചെയ്തേക്കാം. അതിനെ ഒരു വരുമാന മാർഗമായി കണ്ടേക്കാം. അതൊക്കെ അവരും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. ഒരു മഖാമിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദാനം, ഒരു സ്വതക്ക ചെയ്യുന്ന പടച്ചവനെ, ഈ മഹാന്റെ ഹദ്റത്തിൽ ഞാൻ ഈ ദാനം ചെയ്യുകയാണ്. എങ്ങനെ? ആ മഹാന്റെ ഹദ്റത്തിൽ ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ ഹദ്റത്തിൽ സ്വഹാബികൾ വന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ന് പറഞ്ഞ ഹബീബിന്റെ സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട് അവിടെ. അശാഇറത്തിന്റെ പണ്ഡിതന്മാർ അത് വ്യക്തമായി ചർച്ച ചെയ്തു. ഖുറാഫാത്ത് പറയാൻ നിൽക്കണ്ട. മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആളുകളോടാണ് ഞാൻ പറയണത്. നമ്മൾ ഏതായാലും ചില ആളുകളുടെ കണക്കിൽ നമ്മളൊക്കെ ഇസ്ലാമെന്ന് പുറത്താ, പിന്നെ അവരെന്തിനാ നമ്മളെ തിരുത്താൻ വരുന്നത്? ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ സുന്നികളോട് പറയുന്ന ഈ ആശയങ്ങളെ എന്തിന് ബാക്കിയുള്ള സുന്നി അല്ലാത്തവർ എന്തിനു വന്നിട്ട് തിരുത്താൻ വരണം? നമ്മൾ സ്പർദ്ധയോ വൈരാഗ്യമോ ഉണ്ടാക്കാനല്ല. നമ്മുടെ അഖീദയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം. വിശ്വാസം അത് വലുതാണ്. അമല് അല്ലാഹു ഒരുപക്ഷെ നമുക്ക് മുസാമഹത്ത് ചെയ്തു തരും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയാൽ അപകടം സംഭവിക്കും. അള്ളാഹുവിനെ പോലത്തെ ഒരു മഅബൂദ് ഈ ലോകത്ത് ഒരാളുമില്ല. ആരും അള്ളാഹുവിനോട് തുല്യരായിട്ടില്ല. അള്ളാഹ് ചെയ്യുന്ന പണി ഒരു മഖ്ലൂഖ് ചെയ്യുമെന്ന് വിശ്വസിക്കാനും പാടുള്ളതല്ല.